ശത്രുവിന്റെ ശ്വാസഗതി പോലും കേൾക്കാവുന്ന അത്രയും അടുത്ത് അവർ ഏറ്റവും ഭയക്കുന്ന ആ രഹസ്യായുധം ഇറാൻ ഒരുക്കിക്കഴിഞ്ഞു. വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാൻ കെൽപ്പുള്ള പ്രഹരശേഷിയെക്കുറിച്ചാണ് നാവികസേനാ കമാൻഡർ റിയർ അഡ്മിറൽ ഷഹ്റാം ഇറാനി സംസാരിക്കുന്നത്. സൈനിക അക്കാഡമികളിൽ പോലും പരിഹാസ വിഷയമായി മാറിയ ശത്രുവിന്റെ കണക്കുകൂട്ടലുകളെ തകർക്കാൻ ഇറാൻ കാത്തുവെച്ചിരിക്കുന്ന ആ സർപ്രൈസ് എന്താണ്? ഇറാൻ നാവികസേനാ കമാൻഡർ ഇറാനി നൽകിയ പുതിയ മുന്നറിയിപ്പാണ് പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ കടുപ്പത്തിലേക്ക് ഇപ്പോൾ നയിക്കുന്നത്. ശത്രുക്കൾക്കെതിരെ അവർ ഏറ്റവും ഭയപ്പെടുന്ന ഒരു ആയുധം വളരെ വേഗത്തിൽ വിന്യസിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ ആയുധം ശത്രുക്കളുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണെന്നും അതിന്റെ ആഘാതം ഗുരുതരമാകുമെന്നും സൂചിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇറാനെതിരായ ആക്രമണത്തിലൂടെ തങ്ങൾ വേഗത്തിൽ വിജയിക്കുമെന്ന് ശത്രുക്കൾ കരുതിയിരുന്നെങ്കിലും ആ വിലയിരുത്തൽ ഇപ്പോൾ സൈനിക അക്കാഡമികളിൽ പോലും പരിഹാസ വിഷയമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംഘർഷത്തിനിടെ അമേരിക്കൻ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ ഇറാൻ ശക്തമായ തിരിച്ചടികൾ നടത്തിയതായി കമാൻഡർ അവകാശപ്പെട്ടു. പ്രത്യേകിച്ച് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണ് നേരെ 7 മിസൈൽ ആക്രമണങ്ങൾ വരെ നടത്തിയതായും അതിന്റെ ഫലമായി കുറച്ചുകാലത്തേക്ക് കപ്പലിൽ നിന്ന് വ്യോമപ്രവർത്തനങ്ങൾ നടത്താൻ അമേരിക്കക്ക് കഴിയാതിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച സംഘർഷത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വിവിധ ലക്ഷ്യങ്ങൾക്കെതിരെ ഇറാൻ കുറഞ്ഞത് 100ഓളം ആക്രമണ തരംഗങ്ങൾ നടത്തിയതായും അവയെല്ലാം നിർണായകമായ തിരിച്ചടികളായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം ശക്തമാക്കിയതായും ശത്രുക്കളുമായി ബന്ധമുള്ള കപ്പലുകളുടെ ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തതായും ഇറാനി വ്യക്തമാക്കി. അമേരിക്കൻ ഉപരോധ നടപടികൾക്ക് മറുപടിയായാണ് ഈ നീക്കമെന്നും ഇറാനിയൻ കപ്പലുകൾ പിടിച്ചെടുത്ത നടപടിയെ അദ്ദേഹം കടൽക്കൊള്ളയും ബന്ദികളാക്കലുമെന്നുമാണ് വിശേഷിപ്പിച്ചത്. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ രക്തസാക്ഷികൾക്കുള്ള പ്രതികാരം അവസാനത്തുള്ളി രക്തം വരെ നടത്തുമെന്നും അദ്ദേഹം ആവർത്തിച്ച് മുന്നറിയിപ്പും നൽകി.